ഹലോ, നമുക്ക് ഇന്ന് പിടിയുടെ റെസിപ്പി ഉണ്ടല്ലോ. നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിന് വേണ്ടത് നമ്മൾ ഇടിയപ്പവും അപ്പവും ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയില്ലേ, അതെടുക്കാതെ ആവശ്യത്തിന് എടുത്തു വയ്ക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാനിപ്പോ പിങ്ക് സോൾട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം, നല്ല സ്പൂണും കൊണ്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് അതിന്റെ ചൂടൊന്ന് ആറി കഴിയുമ്പോഴേക്കും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞു പിടിയായിട്ടോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉരുട്ടി വെക്കാം. എന്നിട്ട് അത് ഞാനിപ്പോ വെച്ചിരിക്കുന്നത് ഇഡ്ഡലി കുക്കറിലാണ് കേട്ടോ സ്റ്റീം ചെയ്യാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റീമറും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 5 തൊട്ട് 8 മിനിറ്റ് മതിയാവും അതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അത് നമ്മൾ റെഡിയാക്കി അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ പിടിയുടെ ഗ്രേവി ഉണ്ടാക്കണം. അപ്പൊ ഗ്രേവിക്ക് വേണ്ടി നമ്മൾ സെയിം അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ അരിപ്പൊടി മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരിപ്പൊടിയുടെ അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ലൂസാക്കി എടുക്കാം, വെള്ളം ചേർത്തിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് തിളയ്ക്കാൻ നിൽക്കരുത്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പിടികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഒന്ന് തീ കൂട്ടി വെക്കുമ്പോഴേക്കും തന്നെ അത് തിളച്ചു വരും. അപ്പോഴേക്കും അത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കണം ഒരു 2 മിനിറ്റത്തേക്ക്. അത് കഴിഞ്ഞാൽ നമ്മുടെ പിടി റെഡിയായി. പിന്നെ ഞാനിന്ന് വീട്ടിൽ പോയപ്പോൾ അവിടെ ചിക്കൻ കറി അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കറി എടുത്തോണ്ട് പോന്നു. അതിന്റെ കൂടെ നമ്മൾ ഈ ചിക്കൻ കറിയുടെ കൂടെ ഈ പിടി കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആ. ചിക്കൻ കറി മാത്രമല്ല കേട്ടോ, നമുക്ക് എന്തെങ്കിലും മീൻകറിയോ അതുപോലെ മുട്ടക്കറിയോ ഇഷ്ടമുള്ളത് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം. ഇനി കറിയൊന്നും ഇല്ലെങ്കിലും അടിപൊളിയാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കൂ.